ചെയ്യാം റീയൂസബിൾ ആണ് കേട്ടോ. നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. നന്നായിട്ട് അറിയായിരുന്നു ഈ ചൂട് തൊണ്ടക്കറി കുരുങ്ങി. ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണതാണ് നമ്മുടെ 3D പെൻ ഹാക്സ് Part-5. അപ്പൊ 3D പെന്നും ഗ്ലൂഗണും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പിന്നെ ലാസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടുനോക്കാം. നമ്മൾ ഡ്രോയിങ് ഹാക്സ് ആണ്. അപ്പൊ നമ്മൾ ഇൻസ്റ്റയിൽ പിക്സ് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് പിക്സ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ വീഡിയോ ഇട്ട് ഉടനെ തന്നെ കുറെ പേര് പിക്സ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ആ പിക്സ് ഒക്കെ നമ്മൾ ഇന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാനുള്ള, അത് എപ്പോൾ വരും എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇടയ്ക്ക് അത് എവിടെയെങ്കിലും ഒക്കെ കയറി വന്നു വരും. അപ്പൊ നിങ്ങൾ കാത്തിരുന്ന് കാണാം. പിന്നെ എന്താ പറയാനുള്ളത്, അപ്പൊ ഇനി അധിക സമയങ്ങളുടെ വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോകും. സോ let's get started. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഒരു ഹാക്കിൽ ഇവരൊരു ഗ്ലൗസ് ആണ്, ഒരു ഫിംഗർ ഗ്ലൗസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ സാധാരണ ഗ്ലൗസ് ഒക്കെ എന്ന് പറയുന്നത് റബ്ബറിന്റെ ഒക്കെ ഷീറ്റ് ഒക്കെ ആയിരിക്കും. അപ്പൊ ഇവര് പറയുന്നത് നമ്മുടെ 3D പെൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈസി ആയിട്ട് ഗ്ലൗസ് ഉണ്ടാക്കാന്നാണ്. അപ്പൊ ഇതാവുമ്പോൾ നമുക്ക് ഇപ്പൊ നമ്മളിപ്പോ ലിഫ്റ്റിലൊക്കെ പോകുമ്പോൾ എന്താ പറയാ ലഴുക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കൊറോണയുള്ള സമയത്ത് നമുക്ക് ഞെക്കി കഴിഞ്ഞാലും സാനിറ്റൈസ് ചെയ്യണം കൈ. അപ്പൊ ഇതാവുമ്പോൾ അത് വെച്ചിട്ട് ഞെക്കാം. അതിനുശേഷം ഇതെടുത്ത് നമുക്ക് വീട്ടിൽ പോയിട്ട് കഴുകുകയും ചെയ്യാം. അങ്ങനെ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. റീയൂസബിൾ ആണ് കേട്ടോ. ഒരു മിനിറ്റ്, ഇതെന്താ നാക്കേറി ചുറ്റാണ് ബ്ലങ്കാൾ. റീസൈക്കിൾ അല്ല, റീയൂസബിൾ ആണ്. അപ്പൊ എന്താ പറയാ, അപ്പൊ ഈ ഒരു ഹാക്ക് പോകട്ടോ, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ 3D പെൻ കൊണ്ടുള്ള ഗ്ലൗസ്. അപ്പൊ ഞാൻ ഇത്ര വരെ ചെയ്തോളൂ കേട്ടോ. കാരണം ഇത്ര എന്റെ അടുത്ത് 3D പെന്നിന്റെ ഫിലമെന്റ് ഒക്കെ തീർന്നു തുടങ്ങി. ഞങ്ങൾക്ക് കുറച്ചും കൂടി ഉള്ളു. അത് കാരണം ഞാൻ വളരെ കഷ്ടപ്പെട്ട് ചുരുക്കിയിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പൊ അതെ, ഇത്ര നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര വരെ ചെയ്യാട്ടോ. പക്ഷെ ഇത്ര ആവശ്യമുള്ള നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഇതൊരു സൂപ്പർ സംഭവമാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന് ഇല്ല കുഴപ്പമില്ല, ഇത് അത്യാവശ്യം നല്ല കട്ടിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് സാനിറ്റൈസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നത്, ഇത് കഴുകാവുന്നതാണ്. നല്ല ഹാർഡാണ് കേട്ടോ സംഭവം. ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ അന്നത്തെ പ്ലാസ്റ്റിക് പോലത്തെ കമ്പിയാണത്. എന്തോ എങ്ങനെ അല്ല, കമ്പി പോലത്തെ പ്ലാസ്റ്റിക് ആണത്. അപ്പൊ ഇത് സൂപ്പർ ഹാക്കാണ്. 10-10 മാർക്ക് കൊടുക്കുക കേട്ടോ. ഇതൊരു എന്താ പറയാ, പുതിയൊരു അറിവാണ് നമുക്ക് ഈ 3D പെൻ വെച്ചിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ. അപ്പൊ നമ്മുടെ കൊറോണ സമയം കാരണം 3D പെൻ ഉള്ളവരൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പൊ നമ്മൾ 10-10 മാർക്ക് കൊടുക്കില്ലേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ നെക്സ്റ്റ് ഹാക്കിൽ നമ്മൾ ഒരു അടിപൊളി ഒരു മോതിരാണ് ഉണ്ടാക്കുന്നത്. ഇതിന് മോതിരം തന്നെ പേരെന്ന് ഞാൻ വിചാരിക്കണം. കാരണം ഇതിന്റെ ഷേപ്പ് ഒരു പ്രത്യേക തരത്തിലാണ്. അപ്പൊ ഒരു സ്കെച്ച് പെൻ എടുത്തേക്കാന്ന് വെച്ചാൽ ഒരു മാർക്കർ എടുത്തേക്കാണ്. അതിന്റെ മുകളിൽ അവരിങ്ങനെ നല്ല ഡിസൈൻ വരച്ചിട്ട് ഇങ്ങനെ കയറ്റാവുന്ന റിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഹാക്ക് വർക്കൗട്ട് ആവും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ റിങ്. അപ്പൊ എന്റെ കയ്യിൽ റെഡ് ഒന്നുമില്ല കേട്ടോ. ഈ സിൽവർ കളറാണ് എനിക്ക് പിന്നെ ഒരു ഭംഗി തോന്നിയത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കളർ ഉണ്ടാക്കിയത്. പിന്നെ ഇത് ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിങ്ങനെ വരച്ചിട്ട് സ്കെച്ച് ചെയ്യുന്ന മാർക്കറ്റിന്റെ മുകളിൽ ഇങ്ങനെ വരച്ച് ഇങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ചെറുതായിട്ടൊരു ഐഡിയ കിട്ടില്ല. കുറച്ച് ഇത് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് കുറച്ച് ഇത്തിരി ഒരു ബുദ്ധി കുറവുള്ള കാരണം മനസ്സിലാക്കി കളഞ്ഞല്ല, പിന്നെ എനിക്കത് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടായി. അപ്പൊ എന്താ പറയാ, നിങ്ങൾ ചെയ്യുമ്പോ ഒരു ഐഡിയ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ സംഭവമായിട്ട്. ഇങ്ങനത്തെ ഇതിന് എന്താ പേര് പറയാം, എനിക്ക് അറിയില്ല. ഇതിന്റെ പേര് അറിയുന്ന വെച്ചാൽ കമന്റ് ചെയ്യാട്ടെ നിങ്ങൾ. ഇതായത് സൂപ്പർ സംഭവമാണ്. ഇത് നല്ല രസമാണ്. നല്ല കളറിലൊക്കെ ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ വല്ല സ്റ്റോണൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഔട്ടൊക്കെ ഉണ്ടാവും. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് 10-10 മാർക്ക് കൊടുക്കാം. സക്സസ്ഫുൾ ഹാക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. ഇനി ഇതുപോലത്തെ റിംഗ് ഒക്കെ ഇട്ടിട്ട് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ പോവാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം.
നെക്സ്റ്റ് ഹാക്കിൽ നമ്മളൊരു ബുക്ക് മാർക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉറക്കം വന്നു, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ട് പോവുക എന്തിനേലും പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ബുക്കിന് മടക്കി വെച്ച് പോകും. പിന്നത്തെ പ്രശ്നം നോക്കി ഈശ്വരി ഏത് പേജ് വായിച്ചത് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഒന്നില്ലെങ്കിൽ ബുക്കിന്റെ പേജ് ഇങ്ങനെ മടക്കി വെക്കും, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെക്കും, അല്ലെങ്കിൽ ചിലർ മയിൽപ്പീലേക്ക് വെക്കണത് ഓർമ്മയില്ലേ. പിന്നെ അതുപോലെ എന്താ പറയാ, നമ്മള് ഇതിന്റെ സ്കെയിലാ എന്തെങ്കിലും പെൻ വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അപ്പൊ ഒരു പറഞ്ഞത് ഇനി അങ്ങനെയൊന്നും ചെയ്യണ്ട, പെന്നെടുത്ത് എഴുതിക്കോ, സ്കെയിലെടുത്ത് വരച്ചോ, അതുപോലെ മയിൽപ്പീലൊന്നും അവിടെ ഇവിടെ ഒന്നും വെക്കണ്ട. അതിന് പകരം നമ്മളൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കണം. 3D പെൻ വെച്ചിട്ട് ഒരു ഹാർട്ടിന്റെ ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് വായിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വെക്കുക, നല്ല ഒരു സ്റ്റൈലായിട്ടും ഇരിക്കും. അതൊരു അടിപൊളി സംഭവമാണ് ഇവര് പറയുന്നത്. അപ്പൊ ഇത് ഹാക്ക് പോകട്ടോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ബുക്ക് മാർക്ക് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ അവര് പറഞ്ഞ പോലെ നമ്മൾ ഹാർട്ട് തന്നെയായിട്ട് വരച്ച് നമ്മുടെ കലാവിരുദ്ധകൾ ഇതിൽ കാണാം നമുക്ക്. അപ്പൊ നമ്മുടെ ഹാർട്ടാണിത്. അപ്പൊ ഈ ഹാർട്ടിന് നമ്മൾ എങ്ങനെയാണ് വെക്കുന്നത് വെച്ചാൽ ഞാനൊരു ഡെമോ കാണിച്ചു തരാം. നോക്കട്ടോ, നമുക്ക് നോക്കണ്ടേ. അപ്പൊ ഇത് ഞാൻ പുസ്തകം വായിച്ചോണ്ടിരിക്കും, പാറുവിന്റെ ടെക്സ്റ്റ് ആട്ടാ. ഞാൻ വായിച്ച് ഒക്കെ വരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ സംഭവം എടുത്തു ഇങ്ങനെ. അപ്പൊ നമ്മൾ ഈ പേജാണ് കേട്ടാ വച്ചിരുന്നത്. പേജ് നമ്പർ ഞാൻ പറയാം 59, 59ാമത്തെ പേജ് വായിച്ചത്. അപ്പൊ നമുക്ക് ഇതന്നെ വീണ്ടും വായിക്കാം. അപ്പൊ നമ്മളിത് ബുക്ക് മാർക്ക് എടുത്തു. അതിന് ശേഷം ഇതെടുത്തിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെക്കുകയാണ്. വെച്ചു കണ്ട. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ബുക്ക് മാർക്ക് അല്ലേ, പോയോണ്ട് കുഴപ്പമില്ല, തുറക്കുന്ന സമയത്ത് പോയോണ്ട് കുഴപ്പമില്ല. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. ഇവിടെ പോയത് അപ്പൊ ബുക്ക് മാർക്കല്ല. അപ്പൊ ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ ഒരു പേജിലായിട്ട് വെക്കണ്ട, കുറച്ച് പേജ് നിങ്ങൾ അടുപ്പിച്ചെടുത്തിട്ട് വെച്ചോ. അപ്പൊ പിന്നെ ഈ സംഭവം പോവില്ലല്ലോ. കണ്ടോ, അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാ. ഇങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ ബുക്ക് മാർക്ക് വെക്കാൻ എനിക്കറിയില്ല കേട്ടോ. എങ്ങനെ ബുക്ക് മാർക്ക്, നമുക്ക് തന്നെ ബുക്ക് മാർക്ക് വെച്ച് ചെയ്യില്ലല്ലേ. കാരണം എനിക്കിപ്പോ എവിടെ വെച്ച് അവസാനിപ്പിച്ച് പോയെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഓർമ്മയാണ്. കാരണം അങ്ങനത്തെ പ്രശ്നം ഇതുവരെ വരാറില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഇനി നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഷേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ബുക്ക് മാർക്ക് വെച്ചാൽ മതി. അപ്പൊ സൂപ്പർ ഹാക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ 10ൽ 10 മാർക്കും കൊടുക്കും. അടിപൊളി, നോക്കി കാണാൻ നല്ല രസമുണ്ടല്ലോ. ബുക്കിന് ഒരു കമ്മലിട്ട് കൊടുത്ത പോലെ ഒരു ഫീൽ എനിക്ക് വരുന്നത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ തന്നെ നമ്മൾ നെക്സ്റ്റ് ഹാക്ക്. അപ്പൊ ഈ ഹാക്കിൽ നമ്മളൊരു കീ ഹോൾഡർ ആണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ ചുമരുമൊക്കെ ഒട്ടിച്ച് വെക്കില്ല, അങ്ങനെ ഒരു ക്ലിപ്പ് അതിന്റെ മുകളിൽ കീ കൊളത്തിടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു കീ ഹോൾഡർ ഉണ്ടാക്കണം. അതിന് വേറൊരു പേരുണ്ട്, എനിക്ക് ഓർമ്മയില്ല, ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടാ. അപ്പൊ ഈ സംഭവം നമ്മള് 3D പെൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇവരെന്ത് ചെയ്യുക, 3D പെൻ വെച്ചിട്ട് ചുമരുമ ഇങ്ങനെ ഒരു വട്ടലാണ്, ഇന്നിങ്ങനെ ഒരു മോനെ ഇങ്ങനെ ഇടാണ്. അതിനുശേഷം അതിന് കീ കൊളത്തിട്ടാണ്. സൂപ്പർ ആയിട്ടുള്ള സംഭവമാണ്. നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇതൊക്കെ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നല്ല വില വരാറുണ്ട്. അപ്പൊ ഈ ഹാക്ക് നോക്കട്ടോ, നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ കീ ഹോൾഡർ നമ്മൾ ഉണ്ടാക്കിയാണ്. കാണാനൊരു ലുക്കൊന്നും വല്ല കരുതലില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണതല്ല. അപ്പൊ ഇത് ഉണ്ടാക്കാൻ പറ്റ പാടെ എനിക്കറിയാമല്ലോ കേട്ടോ. കഷ്ടപ്പെട്ട് ഞാൻ ഒരു കൈ കൊണ്ട് ഫോണും ഒരു കൈയിൽ ഈ സാധനം ഇട്ട് തിരിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. അതിന്റെ ഒരു ലുക്ക് നിങ്ങൾക്ക് കണ്ടറിയാം, കണ്ട. പക്ഷെ ഒരു കാര്യം, നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ ഇതുമ്മ പിടിച്ചടിക്കുന്നത് ഇങ്ങോട്ട് ഊരിപ്പോന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് 3D പെൻ ആണെങ്കിൽ ഇങ്ങനെ ഒട്ടിയിരിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ ഒട്ടി പിടിക്കാൻ കഷ്ടപ്പാടാണ്. നമ്മൾ പല വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കസാരക്ക് ഇങ്ങനെ പൊട്ടിപ്പോയതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതുകൊണ്ട് ഈ സംഭവം നമുക്കൊരു കാര്യം, നമുക്ക് 2 സൈഡ് ടേപ്പ് വെച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ നമ്മുടെ കീ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കീ ഇട്ടിട്ട് നിങ്ങൾക്ക് ഡെമോ കാണിച്ചത്. ഇപ്പൊ ചുമരുമിയാണ് നിൽക്കുന്നത്, നിങ്ങളങ്ങനെ സങ്കല്പിക്കാം. ബ്യൂട്ടിഫുൾ. ആദ്യമായിട്ട് നമ്മളൊരു കീ ഹോൾഡർ ഉണ്ടാക്കില്ല, വീട്ടിൽ ഉപകാരമുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കണം. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. വീട്ടുകാരൊക്കെ നമ്മൾ വന്നിട്ട് ഇങ്ങനെ പ്രശംസിച്ചെന്ന് വരും. അതൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം. പിന്നെ ചുമരുമയൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മുടെ വലിയ വലിയ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുള്ള ചുമരുമയൊക്കെ ഇങ്ങനെ പറയുന്നത് ചെയ്യുമ്പോൾ സൂക്ഷിക്കാം. കാരണം എന്തെങ്കിലും ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ തല്ല ഏത് വഴി കൂടെ വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. ആ സമയത്ത് സ്നേഹവും കുട്ടികളുടെ ഇന്നോവേറ്റീവ് ഐഡിയാസും ക്രിയേറ്റീവ് ഐഡിയാസും ചിലപ്പോൾ ആരും കണ്ടുവെന്ന് വരില്ല. അതുകൊണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ എന്റെ പേര് പറയുന്നത്. അപ്പോൾ ഇത് സക്സസ്ഫുൾ ഹാക്കാണ് കേട്ടോ. പക്ഷെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുമരുമ്പ് ഒട്ടിയിരിക്കണില്ല. അത് മാത്രം പല പ്രാവശ്യം എനിക്ക് അനുഭവമുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചോളൂ, അത് സെക്യൂർ ആയിട്ട് ഇരുന്നോളും. അപ്പൊ ഈ ഒരു ഹാക്കിൽ നമ്മളൊരു 8 മാർക്ക് കൊടുക്കാം. കാരണം ചുമരുമ്പ് വിട്ടുപോരും. കീ ഹോൾഡർ ചുമ ഉണ്ടാക്കി വെച്ചിട്ട് കീ ഇട്ട വഴിക്ക്
ഇടിച്ചു വീട് വെച്ചാൽ പിന്നെ അതോട്ട് കാര്യമില്ല. അപ്പൊ കോമഡി പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു മിണ്ടരുത്. എല്ലാവരും ട്രൈ ചെയ്തോളും. സക്സസ്ഫുൾ ഹാക്കാണ് കേട്ടോ. അപ്പൊ നമുക്കിനി നമ്മുടെ ലാസ്റ്റ് ഹാക്കിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ഹാക്ക്. അപ്പൊ ഇതൊരു അടിപൊളി ഹാക്കാണ്, ഒരു കിഡിലൻ ഹാക്കാണ്. അപ്പൊ ഈ ഒരു ഹാക്കിൽ എന്ന് പറയുന്നത് നമ്മള് ഫേക്ക് നെയിൽസ് ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ഫേക്ക് നെയിൽസ് ഉണ്ടാക്കിയിരുന്നത്. അത് കിഡിലനായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ 3D പെൻ വെച്ചിട്ടാണ് ഫേക്ക് നെയിൽസ് ഉണ്ടാക്കിയത്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്, നമ്മുടെ ഈ സംഭവം എടുക്കാണ്, ഒരു ട്രേസ് പേപ്പർ എടുക്കാണ്. അതിനുശേഷം അത് നമ്മുടെ ഈ കൈമ അങ്ങനെ വെച്ച് കൊടുക്കാണ്. എന്നിട്ട് ഒരു സ്കെച്ച് എടുത്തിട്ട് ആ നഖത്തിന്റെ ആ ഒരു ഷേപ്പ് എടുക്കാണ്. അതിനുശേഷം ആ വരയ്ക്കാണ്. അതിന്റെ മുകളിൽ 3D പെൻ ഇങ്ങനെ വെച്ച് കൊടുക്കാണ്. അതിനുശേഷം അതൊരു പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ വളയ്ക്കാണ്. അപ്പൊ നഖത്തിന്റെ ആ ഒരു കർവ് കിട്ടും. അതിനുശേഷം ഈ സാധനം കറക്റ്റ് ഷേപ്പിൽ വെട്ടിയെടുക്കുക, അത് ഒട്ടിക്കുക. അപ്പൊ സൂപ്പർ ഫേക്ക് നെയിൽസ് കിട്ടുമെന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ ഈ ഹാക്ക് വർക്കൗട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫേക്ക് നെയിൽസ് തന്നേക്കുന്നത്. അപ്പൊ നമ്മളിത് എന്താ പറയാ, നമ്മള് നെയിൽ പോളിഷ് വെച്ചിട്ട് ആദ്യം നെയിൽ പോളിഷ് ഇട്ട് അതിന്റെ മുകളിൽ ഇത് വെക്കുക ചെയ്ത്. അപ്പൊ അത് ഒട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല. അല്ലാണ്ടൊക്കെ ഇതാക്കിയ ഉരിപ്പോ ഒരു നല്ല കുഴപ്പമില്ല, ഇങ്ങനെ കാണിക്കാനൊക്കെ കുഴപ്പമില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല കറക്റ്റ് ഷേപ്പ് ആയിട്ട് തന്നെ വന്നിട്ട്. ആദ്യം ഞാൻ ഗ്രീൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവര് കാണിച്ച അതേ കളറിനെ. പക്ഷെ അത് ശരിയായില്ല. അപ്പൊ ഞാൻ വീണ്ടും പിങ്ക് വെച്ചിട്ട് ചെയ്യാ ചെയ്ത്. പിന്നെ എന്റെ ഫിലമെന്റ് ഒക്കെ തീർന്നു. അത് കാരണം ഞാൻ അവസാനം പിങ്കിലേക്ക് ആക്കിയത്. കുഴപ്പമില്ലല്ലേ, ഭംഗി ഉണ്ടല്ലേ, നല്ല കാണും. ശരിക്കും ഒറിജിനൽ ആക്കുമ്പോഴത്തേക്ക് നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. അന്ന് ഗ്ലൂഗൺ ചെയ്തതിനേക്കാളും എനിക്ക് കുറച്ചും ഷേപ്പ് ഒന്ന് കറക്റ്റ് ആയിട്ട് അവർ ചെയ്യണ മെത്തേഡ് അതേപോലെ തന്നെ ചെയ്താൽ മതി. നമ്മൾ കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല, ആ മെത്തേഡ് അതേപോലെ ചെയ്താൽ മതി. വളരെ കറക്റ്റ് ആയിട്ട് ഒരു സക്സസ്ഫുൾ ഹാക്കാണ്. 10ൽ 10 മാർക്കും കൊടുക്കുന്നില്ല. പിന്നെ ഒട്ടി പോരാണ്ടിരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ വല്ല ഫെവിഗം അല്ല എന്തെങ്കിലും അങ്ങനത്തെ നല്ലൊരു പശ വെച്ചിട്ട് ഒട്ടി ഫെവിക്വിക്ക് വെച്ചോട്ടോ. വളരെ നല്ലത്. പിന്നെ നഗടൊക്കെ ഇങ്ങോട്ട് പറിച്ചു പോരും. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. അരങ്ങനെ ചെയ്യരുതിട്ടാ. ഫെവിക്വിക്ക് ഒന്നും നഖത്തിൽ വെച്ച് തേക്കരുതിട്ട്, അങ്ങോട്ട് പോരില്ല, പിന്നെ കഷ്ടപ്പാടാവും. അപ്പൊ നിങ്ങൾ വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചാൽ മതി. 2 സൈഡിൽ ഇപ്പൊ ചൊടിച്ച കറക്റ്റ് ആയിട്ട് ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഇങ്ങനെ പൊന്തി നിൽക്കാം. ഇത് കറക്റ്റ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരിക്കലും ഈ സിനിമയിലൊക്കെ കണ്ടിങ്ങനെ ഈ യക്ഷികളുടെ നമുക്ക് അതേപോലത്തെ ഒരു ഫീൽ എനിക്ക് വരുന്നുണ്ട്. ഒരു വൈബ് എനിക്ക് ശരിക്കും ഫീൽ ഉണ്ട്. ഒരു വാമ്പയറിന്റെ പോലെ ഫീൽ ഉണ്ട്. അപ്പോ മുഖം കാണപ്പെടില്ല കേട്ടോ, കൈ കാണുമ്പോ. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ 10ൽ 10 മാർക്ക് കൊടുക്കുക. സക്സസ്ഫുൾ ഹാക്കാണ്, എനിക്ക് അവ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇന്നത്തെ നമ്മുടെ എല്ലാ ഹാക്കും കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പൊ ഇന്നത്തെ നമ്മുടെ എല്ലാ വീഡിയോസും നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വെച്ചിട്ടുണ്ടെങ്കിൽ നഖം പോരാണ്ട് പറയണം, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അടിപൊളി കമന്റ്സ് അയക്കാൻ മറക്കരുത്. നമ്മള് കമന്റ് സെക്ഷനിൽ വായിക്കുന്നതായിരിക്കും. പിന്നെ എന്താ പറയാനുള്ളത്, പിന്നെ ഒരുപാട് പേര് കമന്റ്സ് അയക്കുന്നത് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് പേര് എന്താ പറയാ എന്നെ വിഷമിപ്പിക്കുന്നുണ്ട്. എന്റെ കമന്റ് വായിച്ചില്ല ചേച്ചി അൺസബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ശരിക്കും വിഷമാവട്ടോ. ഞാൻ പറ്റുന്ന പോലെ കമന്റ്സ് വായിക്കുന്നതാണ്. പിന്നെ അതിനെ കുറിച്ച് ഞാൻ ഇനിയും പറയില്ല. പിന്നെ നമ്മുടെ പിക്സ് ഒക്കെ എല്ലാവരും കണ്ടില്ല അല്ലെ? അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം, സന്തോഷമായി വിചാരിക്കണം. അപ്പൊ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യും. ഒരുപാട് പേര് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ പിക്സ് അയച്ചിട്ടുണ്ട്, നമ്മളായിട്ട് അവര് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പൊ പറ്റണ പോലെയൊക്കെ ഞാൻ എല്ലാവർക്കും മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ എന്താ പറയുക, നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാന്നുള്ള ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. കുറച്ച് സ്ലിപ്പ് വരാം നല്ല ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അപ്പൊ ഒന്നുമില്ലേ, ഇനി അധിക സമയങ്ങളുണ്ട. അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.